അപ്പോൾ പറഞ്ഞു വന്നത് റമളാനെ കുറിച്ച് നമ്മൾ പഠിക്കണം. രണ്ടാമത്തെ റമളാനെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം, വദുആഉഹു മുസ്തജാബുൻ, റമളാൻ നോമ്പുകാരൻ്റെ ദുആഇന് അല്ലാഹു ഉത്തരം തരും. ഇത് നല്ലവണ്ണം പഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. പലർക്കും ദുആഇനെ കുറിച്ച് അറിയാത്തതുപോലെയാണ്. ദുആ എന്നുള്ളത് വലിയ ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ വലിയ ഇബാദത്താണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ ഇബാദത്താണ് ദുആ. പക്ഷെ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോദിച്ച കാര്യം, ദുആ ചെയ്ത കാര്യം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ദുആ സ്വീകരിച്ചിന്, ഇല്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കല്. ഉദാഹരണത്തിന്, ഒരാൾ SSLCക്ക് ഫുൾ വിഷയത്തിൽ A+ കിട്ടണേന്ന് ദുആയിരുന്നു. അയാൾക്ക് 2 വിഷയത്തിനൊഴികെ A+ കിട്ടി, 2 കിട്ടിയില്ല. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, ഞാൻ ദുആയിരുന്നു, ഒന്നും സ്വീകരിച്ചിട്ടില്ല. ദുആഇൻ്റെ കൂലി വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. PSCക്ക് പാസ്സാവണം എന്ന് വിചാരിച്ചിട്ട് 3 കൊല്ലമായി ഒരു PS എഴുതുന്നു, ദുആർക്കുന്നു. PSCക്ക് പാസ്സായിട്ടില്ല. എന്നുകൊണ്ടെന്താ? ദുആ എന്ന് പറയുന്നത് ഹുവൽ ഇബാദ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അൽ ഹജ്ജു അറഫ എന്ന് പറയുന്ന പോലെ അത് അദ്ദുആ ഹുവൽ ഇബാദ. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദുആ. ദുആ അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഉത്തരം കിട്ടലും കിട്ടാതിരിക്കലും അല്ല ആ ദുആ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം. ചില ആൾക്കാർക്ക് അള്ളാഹു ചോദിച്ചത് കൊടുക്കൂല, നേരെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഉദാഹരണത്തിന്, ദുആഇൻ്റെ ഉത്തരം 3 വിധത്തിലുണ്ടാവും. ഒന്ന്, മൂപ്പർക്ക് ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുക്കും. അയാൾ ചോദിച്ചത്, അല്ലാഹ് വരുന്ന റബീഉൽ അവ്വൽ എൻ്റെ വീട് കൂടണം, എത്ര കാലമായി പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കി തരണേ. ആ ദുആഇന് അള്ളാഹു ഉത്തരം കൊടുക്കും. വീട് കൂടലുണ്ടാവുക റബീഉൽ അവ്വൽ തന്നെ ആയിരിക്കും. ചിലപ്പോൾ മൂപ്പര് ചോദിച്ചത് വീട് കൂടൽ റബീഉൽ അവ്വൽ ആവാൻ ആഗ്രഹമുണ്ട്, നീ ഉത്തരം തരണേ എന്ന് ദുആയിരുന്നു. പക്ഷെ മൂപ്പർക്ക് അള്ളാഹു കൊടുത്തത് റബീഉൽ ആഖിറിൽ കുമ്പളയിൽ വെച്ച് ആക്സിഡൻ്റ് ആയിട്ട് മരിക്കാൻ ഒരു കണക്കുണ്ടായിരുന്നു, അത് ക്യാൻസലാക്കി. ചോദിച്ചതെന്ത്? വീട് കൂടണം, ഹൗസ് വാമിങ് റബീഉൽ അവ്വൽ. ക്യാൻസലാക്കിയത് എന്ത്? ആക്സിഡൻറ്റ്. അള്ളാഹ്ക്ക് അറിയാല ഖൈർ ഏതാന്ന്. നമ്മളെപ്പോഴും ഖൈറിന് വേണ്ടിയിട്ടാണ് ദ്വാരക്കേണ്ടത്. ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് കോളേജിൻ്റെ മുമ്പ് നിന്ന്, ഓളെ തന്നെ കെട്ടിച്ചേരണേന്നല്ല, ഖൈറാണ് കടിപ്പിക്കണേന്നേ ദ്വാരക്കാൻ പറ്റൂ. ഓളെ തന്നെ കെട്ടിക്കണേന്നല്ല. വീട് കൂടൽ റബീഉൽ അവ്വലിന് കൊടുത്തിട്ട് റബീഉൽ ആഖിറിൽ മുമ്പ് ആക്സിഡൻ്റ് ആയി മരിച്ചാൽ ആ വീട്ടിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അള്ളാഹുവിനെ അറിയാം ഖൈർ ഏതാണെന്ന്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കുമല്ലോ അള്ളാഹ് കൊടുക്കൽ. ആഖിറത്തിൽ ഇതിൻ്റെ കൂലി ലോഡ് കണക്കിനുണ്ടാവും. ഉദാഹരണത്തിന്, ഒരാൾ മഹ്ശറിലേക്ക് വരുമ്പോൾ ഇയാൾ 4236 ദുആ നടത്തിയിട്ടുണ്ട് ജീവിതത്തിൽ. 28-ാം വയസ്സിൽ ആക്സിഡൻ്റായി മരിച്ചൊരു പയ്യനാണ്. അപ്പോൾ അയാൾ ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹു പറയും, 4236 ദുആ ആണല്ലോ ഇവർ നടത്തിയത്, 236 കൂലി കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഉത്തരം കൊടുത്തിട്ടുള്ളൂ. ആ 4000 കൂലി കൊടുക്ക്. മലക്കൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ മൂപ്പര് പറയും, അത്ര ആ 236 ഉത്തരം വേണ്ടേനു. കണ്ടോ? ശരിക്കും മനുഷ്യന്മാരെ നമ്മൾ നല്ലോണം ദുആർക്കേ വേണ്ടത്. ഇപ്പം ദുആ വളരെ കുറവാണ്. ഇപ്പം തന്നെ 26 അവന് ലൈറ്റെല്ലാം ഓഫാക്കി, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് നിങ്ങളോടെല്ലാം പറയണം, ഒരു 5 മിനിറ്റ് എല്ലാവരും വേണ്ട ആവശ്യങ്ങളൊക്കെ ദുആർക്കൂ എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ എല്ലാവരും മുഖമൊക്കെ തടവി ദുആർന്ന് കഴിഞ്ഞ ഉസ്താദേ എന്താ ചോദിക്കണേ, ഏകദേശം ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാത്ത ഒരു ശീലമാണ് ഇവർക്കുള്ളെങ്കിൽ ഇവർക്ക് കൂടുതൽ സമയം ദുആർക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറേ ദുആർക്കാൻ തൗഫീഖ് കൊടുക്കുന്ന ചില ആൾ കണ്ടില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥനാ സമ്മേളനത്തിന് ഉസ്താദ്മാർ തങ്ങന്മാർ നേതൃത്വം നൽകിയിട്ട് ദുആർന്ന് കഴിഞ്ഞാലും മൂപ്പരുണ്ടാവും ഒരു 5 മിനിറ്റ് അള്ളാഹിനോട് ഒരു പ്രൈവറ്റായിട്ട് ഒന്ന് പറയും. പറയണം എടാ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ അടയാളാണ്. നമ്മളൊരു സിയാറത്തിനാൽ പോയി എല്ലാവരും ട്രാവലറിന് ഇറങ്ങി ദ്വാരന്ന് കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോൾ ഉണ്ടാവും ഒരാളെ കണ്ണുണ്ടാവില്ല. എടുത്തോ നമ്മൾ ആ ഷെഫീക്ക് എടുത്തോ, മൂപ്പരൊന്നും എൻ്റെ ഭാര്യൻ്റെ പ്രസവത്തിന് എടാ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ടാലാണ് ഈ ദുആ അധികരിക്കൽ. റൂഹുൽ ബയാനിൽ കാണാം ആശയം. ദുആഇൻ്റെ വാതിൽ ഒരാൾക്ക് തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരാൾ ദുആ വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് കിബറുണ്ട് എന്നായിരിക്കും. ദ്വാരക്കൂല മൂപ്പര്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് ഇമാമ് നിസ്കാര ശേഷം ദ്വാരക്കുമ്പോൾ ചില ആൾ എണീറ്റ് പോകുന്നതാണ്. അവർക്ക് ദ്വാരക്കാൻ കഴിയൂല. അവർ പറയൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, എന്നിട്ട് അല്ലാഹുമ്മ എന്ന് വിളിക്കുമ്പോൾ ഓറ് പോവുകയും ചെയ്യും. അള്ളാഹിനെ വിട്ട് കളിക്കുകയും ചെയ്യില്ല. അത്തരത്തിലുള്ള ഡയലോഗ് കേട്ടിട്ട് നമ്മൾ വീഴരുത്. പണ്ട് ഇബ്ലീസും അതേ ഡയലോഗാണ് പറഞ്ഞത്. ആദ്യ നബിക്ക് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു സുജൂദ് അള്ളാഹുവിന് മാത്രം. ഇതേ ഡയലോഗ ഇപ്പം നോട്ടീസിൽ കാണാം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം.
കേട്ടാ വിചാരിക്കും അള്ളാഹിനോട് ഭയങ്കര പ്രേമമായിട്ടാണ്. എന്നിട്ട് അള്ളാഹുമാന്ന് ദ്വാരക്കുമ്പോൾ ഒരു പോയിട്ടുണ്ടാവും. പ്രാർത്ഥനാ സമ്മേളനങ്ങളും കൂട്ടുപ്രാർത്ഥന ഒക്കെ കൂടുതലായിപ്പോൾ. പക്ഷെ ഒറ്റക്കുള്ള ദുആ വളരെ കുറവാണ്. കൂട്ടുപ്രാർത്ഥന ഒക്കെ ഉണ്ടാവണം. അത് ദുആഇന് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ഒറ്റക്ക് നമ്മൾ കുറേ ദ്വാരക്കണം. ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. പ്രത്യേകിച്ച് നല്ല സമയങ്ങൾ സെലക്ട് ചെയ്തിട്ട് ദ്വാരക്കണം. നല്ല സമയങ്ങൾ സെലക്ട് ചെയ്ത് ദുആ ചെയ്യണം. അതാണ് റമളാനിലെ ദുആ. അതാണ് നമ്മളെ വിഷയം. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്. ചില നാട്ടുകാർ നോമ്പ് തുറക്കാന്ന് പറയാം. എൻ്റെ ആ ഭാഗത്തൊക്കെ നോമ്പ് മുറിക്കാന്ന് പറയില്ല മഗ്രിബിൻ്റെ സമയത്ത്. കത്രികയാണോ താക്കോലാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. എന്തായാലും ആ മഗ്രിബ് വാങ്ങിക്കൊടുക്കുമ്പോൾ കയ്യിൽ ഈത്തപ്പഴം പിടിച്ചിട്ട് ലാ യഗുറന്നകുമുൽ കടി, നിങ്ങളെ മുമ്പിലുള്ള കടിയിൽ വഞ്ചിതരാവാതെ ദ്വാരക്കണം. ആ സമയത്തുള്ള ദുആഇന് ഉത്തരമുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ആ സമയത്തുള്ള ദുആഇന് ഉത്തരമുണ്ട്. എങ്ങനെ ഉത്തരം തരാതിരിക്കുക അള്ളാഹു? അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കൂൾബാർന്നും മറ്റൊക്കെ അടിപൊളി ഐസ്ക്രീം, വാനില, സ്ട്രോബെറി എല്ലാം ബാക്കിയുള്ളവർ നോമ്പെടുക്കാത്തവരൊക്കെ കുടിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ജ്യൂസ്, കരിമ്പ് ജ്യൂസും മറ്റൊക്കെ കുടിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് വെന്തുരുകുന്ന വെയിലിൽ ഇങ്ങനെ ഓടി 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 മക്കളെ പോറ്റാൻ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഈ തെരുവിലെല്ലാം വത്തക്ക ഓറഞ്ച് എന്നെല്ലാം പറയുന്ന പാവങ്ങളെ കാണുമ്പോൾ കരച്ചിൽ വരുത്താം. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ അവർ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാട്. വെയിലത്ത് ഓട്ടോ ഓടിച്ച് നമുക്കൊന്നിങ്ങനെ കാർന്നിറങ്ങി പള്ളിയിലേക്ക് നടന്ന് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ ക്ഷീണമാവുക. ഈ പാവങ്ങളെ എങ്ങനെ ഈ ജോലി ചെയ്യണത്? എന്നിട്ട് എങ്ങനെയല്ലോ ഓടിപ്പിടിച്ച് നോമ്പ് ഉറക്ക് വീട്ടിലെത്തി ആ ഈത്തപ്പഴം പിടിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരണ. എങ്ങനെ നമ്മൾ അള്ളാഹ് ഉത്തരം തരാതിരിക്കുക മനുഷ്യന്മാരെ? എന്തെല്ലോ ഉള്ള നോമ്പാണ്. മഹാന്മാരെ പോലത്തെ നോമ്പൊന്നും എനിക്കാവില്ല, എന്നാലും സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളെ റഹ്മാനായ റബ്ബ് തള്ള? എന്ത് പറഞ്ഞിട്ട് അള്ളാഹു തള്ളല്? ഇത്രയും പട്ടി കിടന്നിട്ട് തള്ളുമോ നമ്മൾ അള്ളാഹു? അതിന് നമ്മളെ കാര്യമായിട്ട് നോമ്പെടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാവില്ല. ആ കൊറോണയുടെ ആ കാലത്തൊക്കെ കണ്ടിട്ടില്ല, ചില ആൾ സ്ട്രീറ്റിൽ എന്നിട്ട് മാസ്ക് വിൽക്കുക, പെൻസിൽ വിൽക്കുക, ബുക്ക് വിൽക്കുക, കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിൽക്കുക. ആ പാവങ്ങളെല്ലാം എങ്ങനെ അള്ളാഹു തള്ളിക്കളയാ? അപ്പം നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കണ സമയത്തുള്ള ദുആഇന് ഉത്തരവുണ്ട്. അതേപോലെ നല്ലൊരു സമയമാണ് അത്താഴ സമയം. സുബഹിന് മുന്നേ ഉണർന്ന് അത്താഴം കഴിച്ച ഒരു 10 മിനിറ്റ് എന്തായാലും ബാക്കിയുണ്ടാവും. കുറച്ചും കൂടി ഒന്ന് ചുരുണ്ടുറങ്ങാന്നല്ല വിചാരിക്കേണ്ടത്. രാജാവായ റബ്ബിനോട് ആ സമയത്തൊന്ന് എണീറ്റ് ദ്വാരം നോക്കി. അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമെന്ന് അറിയാം. അപ്പോൾ അതിനൊക്കെ എണീച്ചിട്ട് ദ്വാരക്കുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തു പോയി റബ്ബേ, എനിക്ക് പുറത്തു തരണേന്നൊന്ന് പൊട്ടിക്കരഞ്ഞു നോക്കിയേ, കണ്ണീരൊലിപ്പിച്ചൊന്ന് ദ്വാരം നോക്കിയേ, അള്ളാഹു തരും. ആ കണ്ണീരിൻ്റെ അത്ര രസം ലോകത്തൊന്നിനും ഉണ്ടാവില്ല. എന്തോ ഒരു വലിയ ഭാരമൊക്കെ ഇറക്കി വെച്ച് ശരീരത്തിൻ്റെ കുറേ കിലോ എല്ലാം കുറഞ്ഞ പോലെ ഉണ്ടാവും. ആ ദുആ കഴിഞ്ഞിട്ട് മുഖം ഇങ്ങനെ കണ്ണീരിങ്ങനെ തുടക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ കണ്ണീരിന്. അള്ളാഹിനോട് ചോദിക്കുന്തോറും അള്ളാഹ്ക്ക് ഇഷ്ടം ഇങ്ങനെ കൂടും. മലക്കളോട് പറയും, ആ മോൻ എത്ര സമയം ചോദിക്കുന്നല്ലേ പാവം, സംഭവം ചെയ്ത തെറ്റൊക്കെ കുറേ വലുത് തന്നെയാണ്, എന്നാലും ഞാൻ അള്ളയാന്ന് അംഗീകരിച്ചിട്ടല്ലേ ആ പാവം ചോദിക്കണത്, പുറത്തു കൊടുക്കാം. കണ്ടോ? അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറയണ തന്നെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഓ തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ എന്ന് അള്ളാഹ് വിളിക്കുന്നു. സാധാരണ ഉപ്പ എന്താ പറയല്? വീട്ടിൽ വന്നിട്ട് നിന്റെ മോനെ കൊണ്ട് ഇവിടെ നാട്ടിൽ നടക്കാൻ കഴിയുന്നില്ല. എന്താ ആ ക്രിക്കറ്റാ എന്താ ഫുട്ബോൾ എന്താ കളിയെന്നൊന്നും എനിക്കറിയില്ല. ആ ബോൾ തട്ടിയിട്ട് പള്ളീൻ്റെയും മദ്രസൻ്റെയും ജനൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് 13ാമത്തെയാണ്, ഞാൻ എണ്ണീയിട്ടുണ്ട്. എന്തേ നിന്റെ മോനെ കൊണ്ടൊക്കെ ഇടുന്ന? ആരെ മോനെ കൊണ്ട്? നിന്റെ മോനെ കൊണ്ട്. കേട്ടാ, അങ്ങനെ പറയുള്ളൂ. തെറ്റ് ചെയ്ത ആളെ നമ്മളാളെന്ന് പറയൂല. നിന്റെ മോനെ കൊണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന് സ്വന്തം ഉപ്പ പറയും. പക്ഷെ അള്ളാഹ് പറയും, നോക്കിയേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ. വെറും അടിമകളെ എന്ന് വിളിച്ചാൽ, ഓ തെറ്റുകാരെ എന്ന് വിളിച്ചാൽ തെറ്റുകാർക്ക് പേടിയാവും. ആ പേടി വരാതിരിക്കാൻ അള്ളാഹു വിളിക്കണത് സൂറത്തു സുമറിൽ, തെറ്റ് ചെയ്തു പോയ എൻ്റെ അടിമകളെ എന്ന്. അള്ളാഹ് വേറൊരു ആയത്തിൽ ചോദിക്കുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഞാനല്ലാണ്ട് നിങ്ങൾക്ക് ആരെ ഉള്ളത് പുറത്തേരാൻ മക്കളെ? നിങ്ങളെ പലരും ആട്ടി ഓടിക്കും. നീ നന്നാവില്ല എന്ന് പലരും പറയും. ന്യൂജനായ കുട്ടികളോട് പല ആളും പറയും, നീ നന്നാവില്ല. മോനെ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഞാനല്ലാണ്ട് പിന്നെ ആരാ നിങ്ങൾക്ക് പുറത്തേരേണ്ട മക്കളെ? ഒന്ന് പാതിരാക്ക് ദ്വാരം നോക്കിയ മക്കളെ. ഒന്നാത്താഴത്തിന് എണീച്ചൊരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് അള്ളാഹിനോട് പറഞ്ഞു നോക്കിയേ, കണ്ണ് നിറയാതെ വെള്ളം വീണു പോകും. ആ കരച്ചിലിൻ്റെ ടേസ്റ്റ് ലോകത്തെ ഏറ്റവും വലിയ ടേസ്റ്റ് ആയിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ
ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ അങ്ങ് ദ്വാരക്കണം. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിൽ ദ്വാരക്കണം. അള്ളാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകുമാറാവട്ടെ. ബാക്കി നമുക്ക് തുടർന്നുള്ള വിഷയങ്ങളും ചേർന്നുള്ള കാര്യങ്ങളും നാളെ ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. റമളാനിൻ്റെ നോമ്പെടുത്തിട്ട് പകലിൽ ഇൽമു പറഞ്ഞ് കേട്ടത് ഈ മണിക്കൂറുകളോളം ഇരുന്നത് നീ വെറുതെയാക്കല്ല റഹ്മാനെ. അടിമകളുടെ ഇബാദത്തുകളൊന്നും വെറുതെയാക്കൂലെന്ന് നീ പറഞ്ഞതാണല്ലോ. നമ്മുടെ ഈ കൊച്ചു അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ റഹ്മാനെ. ഇത് ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ല അല്ലാ. ഒരുപാട് റമളാനുകൾ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. നമ്മളെ നന്നാക്കണേ അല്ലാ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ സംഘാടകർക്ക് നീ വലിയ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 30 ദിവസങ്ങളിലും 200-ലധികം സ്റ്റുഡൻസിന്, ഗേൾസ് ആൻഡ് ബോയ്സിന് SSFൻ്റെ ക്യാമ്പസ് ഇഫ്താർ നൽകുമ്പോൾ അതിന് സംഭാവന ചെയ്ത പലരുമുണ്ട്. അവർക്കെല്ലാം നാളെ ഹൗദുൽ കൗസർ നൽകുന്ന രീതിയിൽ അവരുടെ സ്വതക്കാത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമളാൻ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്കായിരിക്കും തരില്ല റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്താക്കണേ റഹ്മാനെ. നേരത്തെ ഈ പരിപാടി തുടങ്ങൽ കുറച്ച് വൈകിയപ്പോൾ സംഘാടകർ പറഞ്ഞു ഒരു മരണം നടന്നു എന്ന്. ഇന്ന് റമളാനിലെ മരണം അനുഗ്രഹീത മരണമാണ്. അള്ളാഹു അവരുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മയും നാളെ സ്വർഗ്ഗലോകത്തും മഹത്തുക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവെ, ഒരുപാട് ഖൈറാത്തുകൾ റമളാനിൽ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ലിസ്റ്റിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. നമ്മൾ സാധുക്കളാണ്. എല്ലാ നല്ല മജ്ലിസിലും വിചാരിക്കും ഇതോടെ നമ്മൾ നന്നാവുമെന്ന് വിചാരിക്കും. 2 ദിവസം ഉണ്ടാവും അതിൻ്റെ വോൾട്ടേജ്, പിന്നെയും പഴയ പൊട്ടൻ ജീവിതം തന്നെ. അതൊക്കെ ഒന്ന് നിർത്തി തന്ന് നമ്മളെ നീ ഒന്ന് ഏറ്റെടുക്കണേ റഹ്മാനെ. നിന്നോടല്ലേ ദ്വാരക്കുന്നതെന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. എത്രയായാലും ആട്ടി ഓടിക്കാത്ത റബ്ബാണല്ലോ. നീ നമ്മളെ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മളാക്കിയെടുത്ത് നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.